അങ്ങനെ ഗോവയുടെ തലസ്ഥാനമായ പനജിയിലൂടെ നല്ലൊരു ഈവനിങ് സഫാരിക്ക് ശേഷം ഒരുപാട് കാഴ്ചകൾ കണ്ടു കേട്ടോ. ഗോവയിലെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല. കാര്യം എവിടെ പോയാലും നല്ല സീൻസ് ആണ്, നല്ല വ്യൂസ് ആണ്, നല്ല ക്ലീൻ ആണ്, നല്ല വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതെല്ലാം കണ്ട് ഇന്ന് സ്വാദ് അതിന്റെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് സ്വാദിന്റെ ആക്ടിവിറ്റി ഏരിയ? എന്നും തീറ്റയും അതിന്റെ പാചകവും മറ്റുമാണ്. പക്ഷേ ഇന്ന് സ്വാദ ഇസ് റിയലി ബീങ് ഹോണഡ്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. സ്വാദിന് ഇന്ന് വളരെ 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 ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും ഒരുപാട് പേരെടുത്ത ഒരു ഷെഫാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. It's none other than Mr. Wakil Ahmad Ansari. Hi. Sir, it's a pleasure getting you on the show. Thank you so much. അപ്പൊ സ്വാദിന് ഇദ്ദേഹത്തിനെ കിട്ടിയിരിക്കുന്നു. അതായത് ഇന്ത്യക്ക് പുറത്തും ഞാൻ പറഞ്ഞാൽ പാകിസ്ഥാനില്, UAE-ലൊക്കെ ഒരു വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട്. വലിയ ഫാൻ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഗ്രേറ്റ് ക്രിക്കറ്റേഴ്സ് ലൈക്ക് സച്ചിൻ, ധോണി, വഖാർ യൂനസ്, അങ്ങനെ ഒരുപാട്, രാഹുൽ ദ്രാവിഡ്, ഇവരെല്ലാം ഇദ്ദേഹത്തിന്റെ ഫുഡിന്റെ ആരാധകരാണ്. അപ്പം സച്ചിനും ഇവരൊക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തി എന്റെ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ അല്ലെങ്കിൽ എന്റെ ഒരു ഗിഫ്റ്റ്, എന്റെ ഒരു ഭാഗ്യം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ അല്പ നിമിഷങ്ങളാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ട് എളുപ്പം ഒരു ഡിഷ്, എന്റെ കത്തി വളരെ കുറച്ചിട്ട് എളുപ്പം ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് വിടാം. എന്തായാലും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഈ ഡിഷിന് ഒരു ക്യാപ്ഷനും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഡിഷ് എന്താണെന്നുള്ളത് ചെറിയ സസ്പെൻസ് ആണ്. ഇറ്റ്സ് കമ്മിങ് ഫ്രം ഔട്ട് ഓഫ് ദ ബോർഡർ എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു ഡിഷാണ്. ആൻഡ് ദ ഡിഷ് നെയിം ഇസ് अंजीर मकई दी टिक्की. അഞ്ചീർ മക്കൈ ദി ടിക്കി. മക്കായി ഡി ടിക്കി. അഞ്ചീർ മക്കായി ഡി ടിക്കി എന്നാണ് അതിന്റെ പേര്. അതായത് പക്ക ഒരു പാകിസ്ഥാനി ഡിഷാണ്. സ്വാദിന്റെ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഏത് കുക്കറി ഷോയിലും, ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ഏതൊരു കുക്കറി ഷോയിലും ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും ഒരു പാകിസ്ഥാനി ഡിഷ് നമ്മുടെ കൈ കിട്ടുന്നത്. സ്വാദിന് അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഗോവൻ ഡിഷ് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ ഒരുപാട് തരണം മറിച്ചു എന്ന് പറഞ്ഞാൽ ഒട്ടും താഴോട്ടല്ല, വളരെ മുകളിലേക്ക് എലിവേറ്റ് ചെയ്ത് വി ആർ ഗെറ്റിംഗ് എ സ്പെഷ്യൽ പാകിസ്ഥാനി ഡിഷ് ഓൺ സ്വാദ്സ് ക്യുസീൻ. സർ, so let's start with the ingredients. Okay. You can say, sir. Yeah, this one rice flour. അരിപ്പൊടിയാണ്. Yeah. This is cottage cheese. പനീർ. This one mawa. മാവ എന്ന് പറയുന്നത് ചിക്കൻ മിൽക്ക് പ്രോഡക്റ്റ് ആണ്. This one fig. ഫിഗ്, നമ്മുടെ അത്തിപ്പഴം, ഇതാണ് ഫിഗ്. Yeah. This is salt. സോൾട്ട്. This is turmeric powder. മഞ്ഞൾപ്പൊടി. Yeah. Clarified butter. ഗീ ഉണ്ട്, നെയ്യുണ്ട്. കോൺ, നമ്മുടെ ചോളം കേട്ടോ, ചോളം. Green cardamom powder. ഏലക്കാപ്പൊടി. That is ginger. ജിഞ്ചർ, ഇഞ്ചി കൊത്തി All എരിഞ്ഞത്. of same. ഇത് This one. ഇത് ഫിഗ് നന്നായിട്ട് ക്രഷ് ചെയ്ത്, Crush the fig and crush them. ഇത് ക്രഷ് ചെയ്ത കോൺ, ചോളവുമാണ്. First we take cottage cheese. പനീറാണ് ആദ്യം എടുക്കുന്നത്. അത് 2 സ്പൂൺ. സോ ദിസ് ഇസ് എ ടേബിൾ സ്പൂൺ. നോ, ദിസ് ഇസ് എ ടീസ്പൂൺ. This is teaspoon. 4 teaspoon. 4 ടീസ്പൂൺ Yeah, for one portion. പനീർ എടുത്തിട്ടുണ്ട്. 4 ടീസ്പൂൺ പനീർ. Then add rice flour റൈസ് ഫ്ലോർ, അരിപ്പൊടി. for binding. 2 teaspoon. 2 സ്പൂൺ അരിപ്പൊടി. ടീസ്പൂൺ ആണ്. ഇനി നമ്മുടെ Yeah, മാവ. teaspoon. മാവ This is mawa. ചിക്കൻ മിൽക്ക് 2 പ്രോഡക്റ്റ് teaspoon. ആണ്. അത് 2 2 ടീസ്പൂൺ. teaspoon. 2 ടീസ്പൂൺ. Then add turmeric powder. കുറച്ച് മഞ്ഞൾപ്പൊടി. Half teaspoon. ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നെക്സ്റ്റ് Then add ilachi, green cardamom powder ഓക്കെ, ഏലക്കാപ്പൊടി ഇട്ട് for flavor. കൊടുത്തു. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി Then add crushed corn. ക്രഷ്ഡ് കോൺ, അതായത് Yeah. ചോളം നന്നായിട്ട് ക്രഷ് ചെയ്ത്. This is called makai. മക്കായി. Yeah. അഞ്ചീർ മക്കായി. Yeah. അപ്പൊ അഞ്ചീർ Anjeer is a fig. ഫിഗ്, Corn is a makai. മക്കായി. അപ്പൊ Anjeer, makai di tikki. ടിക്കി. Both best combination. ഓക്കെ, Specialty of Pakistan. ഓക്കെ. അപ്പം ഈ ഫിഗും ഇതും കൂടെ, ഈ കോണും കൂടെ മിക്സ് ചെയ്യുന്നതിനാണ് അഞ്ചീർ മക്കായി എന്നുള്ള പേര് കിട്ടിയത്. 3 teaspoon. 3 ടീസ്പൂൺ. അപ്പൊ 3 ടീസ്പൂൺ കോണും കൂടെ, ക്രഷ്ഡ് കോണാണ് കേട്ടോ എടുത്തേക്കുന്നത്, ചോളം. According to taste, then mix it. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. നന്നായിട്ട് അത് മിക്സ് ചെയ്യാണ്. ഇതിപ്പോ നന്നായിട്ട് കുഴച്ച ഒരു തിക്ക് പേസ്റ്റ് അല്ലേ? മേഡ് ഇറ്റ് ഇൻടു എ തിക്ക് പേസ്റ്റ്. Thick paste. തിക്ക് പേസ്റ്റ് കേട്ടോ. നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നല്ലൊരു കട്ടിയുള്ള പേസ്റ്റിന്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. Then add ginger. കൊത്തി എരിഞ്ഞ ഇഞ്ചിയാണ് അടുത്ത് ആഡ് ചെയ്യുന്നത്. അത് 1 teaspoon. 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ. അപ്പൊ ജിഞ്ചറും കൂടി ഇട്ടതിന് ശേഷം അതിനെ ചെറിയ ചെറിയ ലഡുവിന്റെ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി വെക്കുകയാണ് കേട്ടോ. ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കുകയാണ്. അപ്പൊ ഇത് 4 ബോളാണ് ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. 4 ബോൾ, നേരത്തെ കണ്ട ആ മിക്സറിലെ 4 ബോൾ തിക്ക് ബോൾസ് ആണ് കേട്ടോ.
ഒരുപാട് കട്ടിയിലതാണ്ട് ഇതാണ് അതിന്റെ ടെക്സ്ചർ കേട്ടോ. തിക്ക് ബോൾസ് ഉണ്ടാക്കി ലഡുവിന്റെ സൈസിലുള്ള. ഇനി അത് ചെറുതായിട്ടൊരു അതിന്റെ ഷേപ്പ് ഒരു ബൗൾ പോലെ And stuff with കേട്ടോ. അത് സ്റ്റഫ് ചെയ്യാൻ ലെറ്റ് മീ ജസ്റ്റ് ഷോ ദ ഷേപ്പ് ടു വ്യൂവേഴ്സ്. ഈ ഷേപ്പിൽ കേട്ടോ. ഇനി ഇതിന്റെ അകത്തേക്ക് എന്തോ സ്റ്റഫ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആ ക്രഷ് stuff ചെയ്ത with fig. ക്രഷ് ചെയ്ത ഈ അത്തിപ്പഴം അതിന്റെ പീസസ് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യുക കേട്ടോ. അപ്പൊ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചോണം. പരത്തിയെടുക്കുകയാണ്. പിന്നെ ചെറുതായിട്ട് ഒരു ചെറിയ പരിപ്പുവടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ബോളും നമ്മുടെ പരിപ്പുവട പോലത്തെ വി ഡു ഹാവ് എ ഡിഷ് ഇൻ ദ സിമിലർ ഷേപ്പ് അറ്റ് കേരള. വി കോൾ ഇറ്റ് ആസ് പരിപ്പുവട. വി മേക്ക് ഇറ്റ് വിത്ത് ദാൽ. We use it as a snack at Kerala. It is also having the same shape, but these things are not included. അപ്പോൾ 4 ബോളും നന്നായിട്ട് പരത്തി ഒരു പരിപ്പുവടയുടെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു ചെറിയ ബ്രേക്കിന് സമയമായി. Sir, can you tell that we'll be back after a short break in your language? In Pakistani, can you tell? Do you know? No, in Pakistan, have somebody use Urdu, na? Urdu and English, both So it languages. will be better that if you can say the same thing in Urdu. We'll be back after a short break. Then you can tell it in the language which is comfortable for you. हिंदी में क्या? हिंदी में हिंदी में. क्या एक बोलना है? छोटा सा ब्रेक के बाद हम वापस आएगा लाइक दैट. मिलते हैं एक छोटे से ब्रेक के बाद. वाह. Jai Hind TV, for the family, for the nation. ब्रेक सेशन എല്ലാവർക്കും സ്വാദ് ലേക്ക് സ്വാഗതം. My God, I'll be thrown out of the job, sir, if you're telling all these things. ആങ്കറിംഗിൽ എൻ്റെ പണി മുഴുവൻ പാടുമെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഈ ടെലിംഗ് ഓൾ ഓഫ് ദ ഡയലോഗ്സ്. കാര്യം മലയാളത്തിൽ ജസ്റ്റ് ഒരു തവണയോ 2 തവണയോ പറഞ്ഞു കൊടുത്തുള്ളൂ. വളരെ നന്നായിട്ട് പറഞ്ഞു. യു ഡിഡ് വെൽ ഇൻ മലയാളം. Thank you so much. അപ്പോൾ വി വർ പ്രിപ്പയറിംഗ് സംതിങ് കോൾഡ് അഞ്ചീർ മക്കായി ഡി ടിക്കി. വാസ് ദാറ്റ് റൈറ്റ്? Yeah, right. മൈ ഗോഡ്. അപ്പോൾ അഞ്ചീർ മക്കായി ഡി ടിക്കി ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അഞ്ചീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്തിപ്പഴം, മക്കായി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺ ചോളം, ഡി ടിക്കി അതെന്താണെന്നുള്ളത് സാർ ഇനി പറഞ്ഞുതരും കേട്ടോ. ഇദ്ദേഹം പറഞ്ഞുതരും. അപ്പോൾ ബ്രേക്കിന് മുമ്പ് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ചെറിയ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതിനൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ പരിപ്പോടെ പോലെ നമ്മൾ അതിനെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അത് ചെയ്യുന്ന രീതിയെല്ലാം കാണിച്ചു. അപ്പം ഇതിൻ്റെ അകത്ത് ഫിഗ് ഉണ്ട്, അല്ലെങ്കിൽ അത്തിപ്പഴമൊക്കെ ഇതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ എൻഡിലേക്ക് നമ്മൾ പോകണം. ഇപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായതിനു ശേഷം സോ യു ക്യാൻ കണ്ടിന്യൂ. വാട്ട് ഷുഡ് ബി ഡു നെക്സ്റ്റ്? Yeah, first we take clarified butter. ഓക്കെ, നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. So how long you are in this field, in the field of cooking? I had started my career 1990. So long, 22 years. Yeah. After 3 more years you can celebrate silver jubilee. Definitely. അപ്പോൾ 22 വർഷത്തോളം കുക്കിംഗ് ഫീൽഡിൽ അഗ്രഗണ്യനായിട്ട് അദ്ദേഹം തുടരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ പുറത്തും ഒരുപാട് ആരാധകരുണ്ട്. അതിലെല്ലാവരും VIP ലിസ്റ്റിലാണ് കേട്ടോ. നമ്മളൊക്കെ അതിൻ്റെ ഏറ്റവും പുറകിലേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നെയ്യ് നേരെ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇടാൻ വെയിറ്റ് ചെയ്യുകയാണ്. So during your career, where all have you been? Like all over the India, maybe in Pakistan, Hyderabad, where all you have been? After finish the Pakistani food festival in Hyderabad, Okay. then I had gone to South Africa, open a new restaurant in Kinshasa, Congo. Congo. Yeah, Okay. In South Africa. that is Khana Khajana. Khana Kasana. Yes, You are That is- working there for for 1.5 years. 1.5 years. You are working there. Okay. What all were your experience at South Africa? It was basically an Indian restaurant. Yeah, basically Indian restaurant. ഇപ്പം ഓരോന്നായിട്ട് നമ്മൾ Most- നേരത്തെ പ്രിപ്പയർ ചെയ്ത ഓരോ പരിപ്പൂട പോലെ ഷേപ്പ് ചെയ്തതൊക്കെ പതുക്കെ അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. Okay, so you can Mostly Indians peoples are settled over there, continue. Yeah, in South Africa. so they have feeling there is not available any restaurant authentic Indian food. Okay. That I started. There is Pakistani food. Everybody appreciate the Indian food and Pakistani food, both combination. Okay. Then Indian and Pakistani. Okay. So after that, after moving out from South Africa, you went to After coming back in Africa, I'm in my home in you Delhi. were- Okay. Yeah, Okay. 2 to 3 months rest. Okay. After After a busy schedule. yeah,
What next? In Anjeer Makai di Tikki. This is final and semi-fry. Okay, we have to just turn it upside down. Yes. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. സർ, what have you served to Mr. Sachin? Sachin Tendulkar is totally vegetarian. He's a vegetarian? Yeah, Pure vegetarian? pure vegetarian. It's really interesting or a shocking news for us. Na? Being a cricketer, how can he be a vegetarian? Because he needs a lot of energy to pump up in the field. Na? No, the fats is not compulsory for body, na. It's a very But I've harmful. heard that most They of have the- lots of energy for playing cricket. Okay. So that time, lots of fat. They damage his Doing harm energy. for them. Okay. Yeah, So he's a vegetarian. vegetarian. Acha, Sachin Tendulkar ഒരു vegetarian ആണ്. Who else is a vegetarian? Mr. Dhoni? Mr. Dhoni is like prawns very Like much. prawns. Yeah. അപ്പോൾ മിസ്റ്റർ ധോണി നമുക്ക് കേരളയിൽ ക്ഷണിക്കാം because the Kerala prawn dishes are very much famous. Other than that, any food styles of any great personalities like that? I serve the Amitabh Bachchan family, Ambani's. Ambani. Yeah, Ambani, Mukesh Ambani. My That time, God. one big party is Mr. Amar Singh. He's a Amar Samajwadi Singh. party. Yeah, I know. Yeah, All Amar of the Singh. people, Samajwadi party. Now he has joined a new party, I think. Yeah. Okay. He lives in Delhi, Lodi He's Road. a good friend of Mr. Amitabh. Mr. Amitabh Bachchan. That time, Amar Singh's house have a big party. Okay. So there is a Amitabh Bachchan's family. Okay, you are the chef de partie. Yeah. I am the chef. That is a private catering party. Okay. Amitabh Bachchan, Abhishek crowd would Bachchan, have been Aishwarya the- Rai, Oh. and his wife. What's her name? By seeing the crowd itself, our stomach will be full. Our mind and stomach will be full now. There is no need to have something over there. Acha. I serve Amitabh Bachchan, Anil Ambani, Mukesh Ambani, and Amitabh Bachchan's whole family. I like Everybody know by name. Vakil like, chef. Just like to kiss your hands for that. എത്ര വലിയ പേഴ്സണാലിറ്റീസിനാണ് ഇദ്ദേഹം കുക്ക് ചെയ്ത് കൊടുത്തത്. ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന ഞാൻ ഇതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ അല്പനിമിഷം നമ്മളോടൊപ്പം കിട്ടിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കരുതുന്നു. ഇദ്ദേഹത്തിന് ഒരുപാട് ടിപ്സ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഡിഷിൽ ഒരുപാട് ടിപ്സ് ഒന്നും ചോദിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് ലോ പ്രൊഫൈൽഡായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരായിരുന്നു. എന്തായാലും ഒരു പാകിസ്ഥാനി ഡിഷ് നിങ്ങളുടെ മുമ്പിൽ, അതും അതിനെപ്പറ്റി വളരെയധികം അറിയാവുന്ന ഒരു ഷെഫിൻ്റെ കയ്യിൽ എത്തിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം കൃതാർത്ഥതയുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഡിഷിന്റെ പേര് വേണമെങ്കിൽ മറക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്, അഞ്ചീർ മക്കായ് ഡി ടിക്കി. അഞ്ചീർ എന്ന് പറഞ്ഞാൽ ഫിഗ്, അത്തിപ്പഴം, മക്കായ് എന്ന് പറഞ്ഞാൽ കോണ്, ചോളം, ഡി ടിക്കി, അതാണ് അതിന്റെ പേര്, അഞ്ചീർ മക്കായ് ഡി ടിക്കി. സർ, ഇറ്റ്സ് എ മെയിൻ കോഴ്സ് ഡിഷ് ഓർ ഇറ്റ്സ് എ സ്നാക്ക്? No, it's a snacks. ഇറ്റ്സ് എ സ്നാക്ക് ഐറ്റം. Yeah. ഓക്കെ, ഇതൊരു സ്നാക്ക് ഐറ്റം ആണ് കേട്ടോ. It's a evening snacks basically. ഈവനിങ് സ്നാക്ക്. ഓക്കെ. Everybody like in tea time, Okay. 4 to 5 ഓക്കെ. in Pakistan. ഇതിപ്പോ ഏകദേശം തീരാറായി വരുന്നുണ്ട് നമ്മുടെ അഞ്ചീർ മക്കായ് ഡി ടിക്കി. Jai Hind TV, for the family, for the nation. അതിപ്പോ തിരിച്ചിടാൻ സമയമായിട്ടുണ്ട്. ഓരോന്നായിട്ട് തിരിച്ചിടാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ നമുക്ക് കാണാം. This is perfectly done. This is Other perfectly side, done. yeah. Other side also should 2 be to of the 3 same minutes. color. Yeah, same color. അപ്പൊ ഇനി അത് തിരിച്ചിട്ട് ഇനി മറ്റേ അപ്പുറത്തെ സൈഡ് കൂടെ ഇതുപോലത്തെ കളറായി വരണം കേട്ടോ. ഇത് നിയോ മെജസ്റ്റിക്കിന്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ നമ്മുടെ അഞ്ചീർ മക്കായ് ഡി ടിക്കി റെഡി ആയിട്ടുണ്ട്. പതുക്കെ അത് ഓരോന്നായിട്ട് എടുത്ത് സെർവ് ചെയ്യുകയാണ്. നന്നായിട്ട് ഗാർണിഷ് ചെയ്തൊരു പ്ലേറ്റ് ഉണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു വൈറ്റ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോന്നൊക്കെ വെച്ച് നന്നായിട്ട് ഗാർണിഷ് ചെയ്തു. സോ വാട്ട് ചട്നി ഇസ് ദിസ് വൺ? Mint sauce. Mint sauce. It's called pudina chutney. Pudina chutney. Yeah. Pudina chutney. How to make that? It's very easy. Yeah, it's very easy. It's a home style. You can take green chili, mint, and some lemon, Lemon, some little bit salt, salt. and mix it. Okay. Use some curd. Good. Yeah. You said some other name for this, no? It's have 2 names: pudina chutney and mint sauce. Mint sauce, like that. Oh, mint sauce. I thought it was something else in No. your language. It's mint sauce and pudina chutney. Because it's a Pakistani dish, na? That's why I thought some name from that. Pakistan part of India, na? Yeah, that's true. Everybody called pudina. Okay. അപ്പോൾ ഇത് ഇനി ടേസ്റ്റ് ചെയ്യാൻ സമയമുണ്ട്. സോ വിത്ത് യുവർ പെർമിഷൻ ഐ എം ഗോയിങ് ടു ടേസ്റ്റ് ഇറ്റ് ഔട്ട്. എന്ത് റിച്ച് ആണ്,
give me a feeling of being like an Ambani. അത്ര റിച്ച് ഒരു ഡിഷാണ് കേട്ടോ. കാര്യം ഇതിൻ്റെ അകത്ത് അത്രമാത്രം ആ പിഗൊക്കെ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഇപ്പം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അതുപോലെ പുതിന ചട്നിയുടെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആ ടേസ്റ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിന് അത്രമാത്രം ഒരു ഗാംഭീര്യമുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ കോഴ്സ് ഡിഷിൻ്റെ എല്ലാ ഒരു പവറും ഇത് കാണിക്കുന്നുണ്ട്. റിയലി ഗ്രേറ്റ്. അപ്പോൾ വളരെയധികം മനസ്സ് നിറഞ്ഞും മനസ്സും അതുപോലെ തന്നെ വയറും നിറഞ്ഞാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഐ ടോൾഡ് ദ വ്യൂവേഴ്സ് ദാറ്റ് you have really filled my mind and also my stomach because now these two things never happen at the same time. Most of the time, sometimes now our mind won't be full, at that time our stomachs will be full. This now it's 2 in 1, something like that. So thanks a lot for blessing our show with your great presence, sir. Thank you so It's much. really been a pleasure being with you, spending so much time, and you were so much kindful, mentioning all the things very slowly That's to our my viewers. pleasure. And okay.